കട്ടപ്പന ഇടുക്കി റോഡിന്റെ ഇരുവശങ്ങളിലും റോഡിലേക്ക് ചാഞ്ഞു നിന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റി സ്വയം സഹായ സംഘ അംഗങ്ങൾ. നഗരസഭ 34-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സൗഹൃദ സ്വയം സഹായ സംഘവും യുവ SHGയും സംയുക്തമായാണ് കാടുപടലങ്ങൾ വെട്ടിമാറ്റിയത്. ദേശീയപാതയിൽ കാണക്കാലിപ്പടി മുതൽ വെള്ളയാങ്കുടി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിന്ന കാടുപടലങ്ങളാണ് വെട്ടിമാറ്റിയത്. നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോട് സഹകരിച്ചാണ് സംഘ അംഗങ്ങൾ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. വാർഡ് കൗൺസിലറിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഈ ഉദ്യമത്തിൽ പങ്കാളിയാകുവാനും ഇന്ന് ഈ ഞായറാഴ്ച തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് ഇന്ന് ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനിയും ഈ ഞങ്ങളുടെ സൗഹൃദ SHGയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും വാർഡ് കൗൺസിലറിനും മുനിസിപ്പാലിറ്റിക്കും ഉണ്ടാകും. അതുപോലെ തന്നെ എന്ത് മാതൃകാപരമായ പ്രവർത്തനത്തിനും ഞങ്ങളുടെ സംഘം എന്നും മുമ്പോട്ടുണ്ടാകുമെന്നും ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലേക്ക് കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത് വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇരു സൈഡിലുമായിട്ട് ധാരാളം കാടുകൾ വളർന്ന് റോഡിലോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ 3-4 മാസക്കാലമായി നമ്മൾ ദേശീയ ഹൈവേ അതോറിറ്റി അറിയിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2-3 മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്തു തരാമെന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ ഇതുവരെയും യാതൊരുവിധ നടപടി ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ 34-ാം വാർഡിലെ സ്വയസഹായ സംഘങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ ബഹുമാനായ ജോയ് വെട്ടിക്കോ സാറ് ഈ കാട് വെട്ടിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ന് ഇവിടെ കാട് വെട്ടുകയാണ്. കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള പാതയാണിത്. വളവുകളുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത്. പാതയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് മാതൃകാ പ്രവർത്തനവുമായി SHG അംഗങ്ങൾ രംഗത്തെത്തിയത്.